ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റ് ഫീലിംഗ് എന്താണ് ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അവർ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ടോപ്പിക്കിലാണ് നമ്മളിവിടെ കാർഡ് ഷഫിൾ ചെയ്യുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകാം. ഒരിക്കലും നിങ്ങളുടെ എനർജി അല്ല, നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് എൻ്റെ അടുത്ത് വന്ന് എടുക്കണമെന്നല്ല, എനിക്ക് പണം ഉണ്ടാക്കാനും അല്ല. നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ റെസനേറ്റ് ആവുന്നത് അവിടെ പോയി റീഡിംഗ് എടുത്ത് ഒരു സൊല്യൂഷൻ കിട്ടി മുന്നോട്ട് പോവുക. ആജീവനാന്തകാലം ടാരറ്റ് തന്നെ കണ്ട് ഇരിക്കാതിരിക്കുക. ഓക്കെ, ടാരറ്റിൽ നിന്ന് നമ്മൾ മാറി പോകുമ്പോഴാണ് നമ്മുടെ ആ സ്റ്റേജ് മാറുന്നത്. നമ്മൾ ആ ഒരു എന്തൊക്കെയാണ് നമ്മൾ സംഭവിക്കാനുണ്ടായിരുന്നത്, ആ ട്രോമ അല്ലെങ്കിൽ അത്തരം കാര്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടാരറ്റിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു, നിങ്ങളത് കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കുറെ കാര്യങ്ങൾ ഹീലായി, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു പാത്തിലേക്ക് എത്തി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ ഡീറ്റെയിൽ കിട്ടും. അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഏത് പ്ലാനാണ് തിരഞ്ഞെടുത്ത് പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 hours ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് വിളിക്കും. ഫോൺ കോൾ വഴിയാണ് നമ്മുടെ റീഡിങ് കാര്യങ്ങളെല്ലാം, മെസ്സേജോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ താല്പര്യമുള്ളവർ മാത്രം വരാം. നമ്മൾ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കലല്ല, നിങ്ങളുടെ ആ ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ യെസ് ആണോ നോ ആണോ അങ്ങനെ എന്തായാലും വരുന്ന ആ കാർഡുകൾ അതിന്റെ എനർജിയാണ് പറയുന്നത്. ചിലപ്പോൾ റിവേഴ്സ് കാർഡ് വരാൻ നെഗറ്റീവ് ആയിരിക്കാം. അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്നും ലൈഫിൽ വ്യത്യാസം വരുന്നത്. ഇത് തന്നെ കാത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ സ്റ്റോൺസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് സ്റ്റോൺസ് ഒന്നും വെക്കുന്നില്ല, കുറച്ച് സ്റ്റോൺസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ആ സ്റ്റോണിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റ് ഫീലിംഗ്, അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ കാര്യങ്ങൾ ഇപ്പോഴത്തെ എന്ന് നമുക്ക് നോക്കാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കാം, ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കായിട്ടുള്ള റീഡിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം. ഓക്കെ, നമ്മള് 11 കാർഡ് എടുത്തിട്ടുണ്ട്. ഈ 11 കാർഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ഇതിൽ കുറച്ച് നമ്പേഴ്സ് പറയാം, സോഡിയക് സൈൻ പറയാം. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങളുടെ ആണോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആണോ, നിങ്ങളായിട്ട് ഏതെങ്കിലും തരത്തിൽ ചേർന്ന് പോകുന്നതാണോ എന്ന് നോക്കാം. ഒരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. സാഹചര്യങ്ങളെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം റെസനേറ്റ് ആവുന്നുണ്ടോ. ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. നെഗറ്റീവ് കാർഡും പോസിറ്റീവ് ആയിട്ടുള്ള കാർഡും വന്നിട്ട് റിവേഴ്സ് കാർഡുകളുണ്ട്. 6, 16, 5 റിപ്പീറ്റ് ആവുന്നുണ്ട്. 19, 9, 7 ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട്. ഈ നമ്പേഴ്സ് നിങ്ങൾ ആ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കാം. 5, 19, 16, 6, 9, ഓക്കെ, 7 ഈ നമ്പേഴ്സ് നോക്കാം. സോഡിയക് സൈൻ വരുന്നത് കാപ്രിക്കോൺ വരുന്നുണ്ട്, അക്വേറിയസ്, ടോറസ്, അക്വേറിയസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. പൈസസ് വരുന്നുണ്ട്, പൈസസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. ലിയോ, അതുപോലെ തന്നെ സ്കോർപിയോ, അക്വേറിയസ്, ജെമിനി, ക്യാൻസർ. ഇത്തരം സോഡിയക് സൈനുകളാണ് തന്നെ. ഇത് നിങ്ങളുടെ അവരുടെ ആണോ എന്ന് നോക്കാം. ഓക്കെ, അത് ചിലപ്പോൾ കാണുന്നവർ ചിലപ്പോൾ ഈ സോഡിയക് സൈനിലുള്ളവരായിരിക്കാം. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ ഒട്ടും ഒരു ഓക്കെ ആയ ഒരു അവസ്ഥയിലല്ല. ചിലപ്പോൾ നോ കോണ്ടാക്ട് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റിവിറ്റിയാണ് പറയുന്നത്, ഒരു ഡിപ്രഷൻ, ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു സാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ, ഒട്ടും കെയർ ഇല്ലാത്തൊരവസ്ഥ, നമ്മൾ ദേഷ്യപ്പെട്ട്
ഇത്തരം ഒരു മൂഡൊക്കെ ചേഞ്ച് ആയി മൊത്തത്തിൽ ഡൗൺ ആയി ഇരിക്കുന്ന ഒരു അവസ്ഥ. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീനെയാണ് ഈ കാർഡ് പ്രദാനം ചെയ്യുന്നത്. റിവേഴ്സ് കാർഡാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏതൊരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരുപാട് ചിന്തിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾ ഈ സമയം നല്ല രീതിയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് അവരുടെ ഫോട്ടോസ് ആകാം, വീഡിയോസ് ആകാം, മെസ്സേജ് ആകാം, ഇതൊക്കെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈഗോ ആണോ, ട്രസ്റ്റ് ഇഷ്യൂ ആണോ, ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങളാണോ, എന്താണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങൾ ഒരു വഴക്ക്, മനഃപൂർവ്വം ഒരു വഴക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു സമയം ശ്രമിക്കുന്നില്ല. കാരണം അതിൽ നിന്ന് മാറിപ്പോവാണ്, വഴക്കുകളിൽ നിന്ന് മാറിപ്പോകുന്നു. പിന്നെ മാത്രമല്ല, നിങ്ങൾക്കിടയിൽ ആ ഡിഫറൻസ് എന്താണ്? അത് ചിന്താഗതിയാണോ, ആശയങ്ങളാണോ, ഫാമിലി ആണോ, ജാതിയാണോ, മതമാണോ? പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ഓക്കെ ആയിരിക്കില്ല. പണ്ട് ചക്കരയെ പൊന്നെ എന്നൊക്കെയാണെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല എന്നൊരവസ്ഥ. രണ്ടും രണ്ട് വഴിക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് മാറിപ്പോകാം, ഇത് ശരിയാവില്ല. ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. അപ്പോൾ ആ ഡിഫറൻസുകളെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ, ചിലപ്പോൾ ഈ വിവാഹേതര ബന്ധങ്ങളായിരിക്കാം, ഇത് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാകുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണോ ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ, അതിനെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. അതിനുശേഷം അതിലെ ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, ഇതൊട്ട് സെറ്റ് ആവില്ല, ചിലപ്പോൾ ഇതിൽ യാതൊരു സമാധാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അതിനെ മനസ്സിലാക്കി ഓക്കെ, ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥ, ഇതിൽ നിന്ന് മാറുന്നു. ഓക്കെ, സ്വയം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും മറന്നിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാറുന്നൊരവസ്ഥ, മാറിപ്പോകുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങളാകാം, ചിലപ്പോൾ അവരാകാം. ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഒരു പേടിയുണ്ട്. ഈ ബന്ധം ഇതിപ്പോ ഇങ്ങനെ മാറിപ്പോവാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് മാറിപ്പോവാണെങ്കിൽ എന്നേക്കായിട്ട് ഈ വ്യക്തിനെ നഷ്ടപ്പെടുവോ? കാരണം ഇതില് ഒരു ടവർ കാർഡ് ഉണ്ട്. ഇത് ഒരു വൈകി വന്ന ദുരന്തം എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ടവർ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാകാം. മൊത്തം തകർന്നടിഞ്ഞു പോയ ഒരു അവസ്ഥയായിരിക്കാം. ആ ഒരു മൂവ്മെന്റിൽ നിന്ന് മാറി ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കിടയിൽ ആ പ്രശ്നം, എന്താണ് ആ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ, എന്താണ് നിങ്ങൾ ഓക്കെ ആവാത്തത് എന്നൊക്കെ പറഞ്ഞൊരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രാൻസിഷൻ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താ പറയാ, നിങ്ങൾക്ക് എന്തൊരു പ്രശ്നമാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ, അതിനെ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിച്ചിട്ടില്ല, ഒരു പൂർത്തീകരിച്ചിട്ടില്ല. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, ആഴത്തിലുള്ള മുറിവുകൾ, ഇതൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാകാം ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത്രയധികം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു വിടുതലായിട്ട് നിങ്ങൾ തന്നെ എടുത്തൊരു തീരുമാനപ്രകാരം പരസ്പരം മാറി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനം കൊണ്ട് ബ്രേക്കപ്പ് ആയതായിരിക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പറയുന്ന ഈ ഒരു സമയം ആ വ്യക്തിയാണെങ്കിലും നിങ്ങളാണെങ്കിലും സെൽഫ് കെയർ ആണ് ചെയ്യുന്നത്, സെൽഫ് ലവ് ആണ് ചെയ്യുന്നത്, സ്വയം സ്നേഹിക്കുക. ഓക്കെ, ഒരു ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തിക്ക് ഇപ്പോ. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത് തന്നെയായിരിക്കാം. ഒരു ഇൻസെക്യൂരിറ്റിയാണ്, മൊത്തത്തിൽ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണിക്കുന്നത്. ഞാൻ ആദ്യത്തെ ഒരു 6 കാർഡ് റിവേഴ്സ് ആയിട്ടുള്ള കാർഡുകളുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇനിയുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ്. ഒരു ഫൂൾ കാർഡ് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇത്രയും പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് പോസിബിലിറ്റീസ് വരുന്നുണ്ടാകാം. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള പ്രണയമായിരിക്കാം. കാരണം നിങ്ങളിപ്പോൾ നല്ല ഓടിക്കഴിഞ്ഞാലും പരസ്പരം നേരിട്ട് കണ്ട് സംസാരിച്ചാൽ വളരെ പെട്ടെന്ന് തീരുന്നൊരു ഇഷ്യൂ ആയിരിക്കാം. സംസാരം, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം, അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുന്നതാകാം. എത്ര സാഹസികമാണെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു പുതിയ തുടക്കം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഒരുപാട് സാധ്യതകൾ, നിങ്ങളിപ്പോ ഒരു സാധ്യത ഇല്ല എന്ന് വിശ്വസിച്ചിരിക്കുകയാണെങ്കിലും ഇതിലോട്ട് ഒരുപാട് സാധ്യതകൾ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതായിട്ട് പറയുന്നുണ്ട്. പോസിറ്റീവായിട്ട് ഇരിക്കുക, ലൈഫിൽ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. അത് വളരെ പോസിറ്റീവ് കാർഡാണ്. ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് വരുന്നത് ഇതേപോലെ തന്നെ സന്തോഷങ്ങൾ തന്നെയാണ്. 9 കപ്പാണ് വന്നിട്ടുള്ളത്. എന്താണോ നിങ്ങളുടെ ഒരു ആഗ്രഹം, ആ ഒരു വിഷ് എന്താണോ അത് ട്രൂ ആവുന്നു, സത്യമാകുന്നു. ഓക്കെ, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വരുന്നു. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആകുന്നു. ഒരു ലക്ഷറി, ഒരു ആഡംബരം, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലോട്ട് വളരെ പെട്ടെന്ന് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും റീയൂണിയൻ നടക്കുകയാണെങ്കിലോ പണസംബന്ധമായിട്ടോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ ആഗ്രഹങ്ങൾ സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക.
അതിപ്പോൾ 1 രൂപ കിട്ടിയാലും 10 രൂപ കിട്ടിയാലും ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ചെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറയാ എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾക്ക് ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹം, ഈ സമയം അനുകമ്പ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ബാലൻസിൽ വരാൻ സാധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ടീവ് ലീഡർ പോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജാവിന്റെ ഒരു എനർജിയാണ് പറയുന്നത്, കിങ് ഓഫ് കപ്പ്. ഓക്കെ, അപ്പൊ അത്തരം ഒരു എനർജിയോട് കൂടി തന്നെ വളരെ ഭംഗിയായിട്ട് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഒരു ആഗ്രഹം, അതിലോട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം തെറ്റ്, ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം. എന്താണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷൻ അത് വിജയത്തിലോട്ടാണ് എത്തുന്നത്. ചിലപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ചിന്തകളിൽ പോലും ഉണ്ടാവില്ല, വളരെ പെട്ടെന്ന് നിങ്ങൾ ചിന്തിച്ചെടുക്കുന്ന ഒരു ഇതായിരിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോയാൽ അങ്ങനെയാവും. അപ്പൊ നിങ്ങളൊരു ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഇതൊരു ലോങ് ടൈം വ്യൂയോട് കൂടി തന്നെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം, ജീവിതകാലം മുഴുവൻ ഇത് വേണം എന്ന രീതിയിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്രമാത്രമായി ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും ഇതെല്ലാം മാറ്റി നിങ്ങളൊരു ആക്ഷനും കാര്യങ്ങളും എടുത്ത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെയാണ് ചിന്തിച്ച് അവരായിട്ടൊരു മാറ്റം വരുന്നുണ്ട്, ഒരുപാട് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. നിങ്ങളുടെ ആ വിഷ് എന്താണോ അത് സത്യമാകുന്നുണ്ട് എന്നാണ് കാർഡുകൾ പറയുന്നത്. 11 കാർഡേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഈ 11 കാർഡില് പോസിറ്റീവും നെഗറ്റീവും റിവേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കുക. പിന്നെ ഇന്ന് തന്നെ നമ്മൾ മാക്സിമം ആ പറഞ്ഞ സ്റ്റോണിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കി കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.